ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് ടു സ്പിരിച്വൽ ജേർണി. ഏപ്രിൽ മന്ത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആക്ഷൻ എടുക്കാൻ പോകുകയാണ്. അപ്പോൾ അത് എന്ത് ആക്ഷനാണ് നമുക്ക് നോക്കാം. ഏപ്രിൽ മന്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു വിഷ് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. 19 1-ാം തീയതി ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് വളരെ വിശേഷപൂർണ്ണമായിരിക്കും. 10-ാം തീയതി 28-ാം തീയതി ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് വിശേഷപൂർണ്ണമായിരിക്കും. ഇവിടെ നല്ലതിൻ്റെ കൂടെ വീണ്ടും നല്ലത് സംഭവിക്കുക, ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് ഏപ്രിൽ മന്തിൽ. നിങ്ങൾ എന്ത് കാര്യമാണോ ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന ഏപ്രിൽ മന്ത്, ആ ഒരു കാര്യം നല്ല രീതിയിൽ നടക്കുക, അത് നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമായി മാറുക. ഇവിടെ നിങ്ങൾ വിചാരിക്കുന്നതിനും അപ്പുറം നിങ്ങളുടെ കാര്യങ്ങൾ നല്ലതായിട്ട് ഏപ്രിൽ മന്ത് നടക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഏപ്രിൽ മന്ത് എന്തോ ഒരു പുതിയ തുടക്കം നിങ്ങൾ കുറിക്കുന്നതായിട്ട് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ പുതിയ കാര്യങ്ങൾ എന്തോ തുടങ്ങുന്നതായിട്ട്, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നതായിട്ട്, പുതിയ ഒരു റൊട്ടീൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് അങ്ങനെയൊക്കെ കാണാൻ സാധിക്കുന്നു. ഇല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ പോയിട്ട് വരുന്നതായിട്ട്, ഇതുവരെയും പോവാത്ത സ്ഥലത്ത്. എന്തായാലും ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് ഈ ഒരു ഏപ്രിൽ മന്ത് ഉറപ്പായിട്ടും ഉണ്ടാവുക തന്നെ ചെയ്യും. ഇതിനു മുമ്പേ നിങ്ങൾ എന്താണോ ചെയ്യാതിരുന്ന ആ ഒരു കാര്യം ചെയ്യുന്നതായിട്ട്, പിന്നെ നിങ്ങൾ ചിന്തിക്കുന്ന ആ ഒരു രീതിയിൽ ഒരു പരിവർത്തനം ഉണ്ടാകും. വസ്ത്രധാരണ രീതിയിലൊരു മാറ്റം നിങ്ങൾ കൊണ്ടുവരും. കുറച്ച് ആഹാരം കഴിക്കുന്ന ജങ്ക്സ് ഫുഡൊക്കെ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കുറയ്ക്കും. നിങ്ങൾ ആഹാര രീതിയിലൊരു മാറ്റം കൊണ്ടുവരും. ഈ സമയം നിങ്ങൾ ഭയങ്കരമായിട്ട് ഉപ്പും എരിയും ഒക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അടുത്ത മാസം ഇതിലൊക്കെ ഒരു കുറയ്ക്കാൻ നിങ്ങൾക്ക് തോന്നുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുന്നതായിട്ടാണ് കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തായാലും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് ജാഗരൂകരാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ എന്തോ വലിയൊരു റീസൺ ഉണ്ട്. ഈ ഒരു കാര്യം നിങ്ങളല്ല ചെയ്യുന്നത്. ഈ ഒരു സമയം കേതുവിൻ്റെ ആ ഒരു എനർജിയാണ് കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത്. കേതുവിൻ്റെ എനർജി നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് ഇതെല്ലാം. ഇവിടെ മെസ്സേജ് ത്രൂവോ വീഡിയോ ത്രൂവോ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഒരു കാര്യമെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് ഈ രീതിയിൽ മനസ്സിലാക്കി തരികയാണ് ദൈവം. ഇവിടെ നിങ്ങളുടെ ഹൃദയം നിങ്ങളോട് പറയും, കുറച്ചൊരു മാറ്റം എനിക്ക് കൊണ്ടുവരേണ്ടതുണ്ട് എൻ്റെ ലൈഫിൽ എന്നങ്ങനെ നിങ്ങളുടെ ഹൃദയം നിങ്ങളോട് പറയും. ആ രീതിയിൽ നിങ്ങൾ ചേഞ്ചസ് നിങ്ങൾ കൊണ്ടുവരും. മാർച്ചിൽ നിങ്ങളുടെ ആ ഒരു അവസ്ഥ എങ്ങനെയെന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും ബോഡിയിലൊരു തളർച്ച, എപ്പോഴും വിഷമിച്ചിരിക്കുന്ന അവസ്ഥ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എപ്പോഴും ഇരിക്കാൻ തോന്നുക, തളർന്നിരിക്കാൻ തോന്നുന്ന ഒരവസ്ഥ, ഒന്നിനും ഒരു മനസ്സില്ലാത്ത അവസ്ഥയായിരുന്നു മാർച്ചിൽ. പക്ഷേ ഇനി നിങ്ങളുടെ ആ ഒരു എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, ഇങ്ങനെയുള്ള സ്വഭാവത്തിൽ നിന്ന് എനിക്ക് പുറത്ത് വരണം, എനിക്ക് ഇങ്ങനെ തളർന്നിരിക്കാൻ പറ്റത്തില്ല, എൻ്റെ ജീവിതത്തിൽ എനിക്ക് സക്സസ് വേണം, അതിനുവേണ്ടി നിങ്ങൾ പ്രയത്നിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഏപ്രിൽ മന്ത്. നിങ്ങൾ ഹെർമിറ്റ് മോഡിലായിരുന്നു മാർച്ചിലെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഏപ്രിൽ മന്ത്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം, ഒന്നുകിൽ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യും, യോഗ സ്റ്റാർട്ട് ചെയ്യും, എന്തെങ്കിലും പുതിയ ഒരു കാര്യം നിങ്ങൾ ഏപ്രിൽ മന്ത് ഉറപ്പായിട്ടും ചെയ്യുക തന്നെ ചെയ്യും. അതായത് ഒരു ബോറിംഗ് ലൈഫിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ നിങ്ങളുടെ ആ ഒരു സമയം നിങ്ങൾ നല്ല രീതിയിൽ വിനിയോഗിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഏപ്രിൽ മന്ത് നിങ്ങളുടെ ആ ഒരു സമയം വെറുതെ പാഴായി പോവത്തില്ല. നിങ്ങളുടെ ആ ഒരു സമയം ഉചിതമായ സ്ഥലത്ത് വിനിയോഗിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിലും ഒരു ബാലൻസ് ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. എന്തായാലും ഒരു പുതിയ ഒരു കാര്യം നിങ്ങൾ പഠിക്കുക തന്നെ ചെയ്യും. ഏപ്രിൽ മന്ത് ചില നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഫസ്റ്റ് ഏപ്രിൽ മന്തിൽ ആർക്കൊക്കെ ജന്മദിനമുണ്ടോ അവരോടെല്ലാം ഞാൻ ജന്മദിന ആശംസകൾ പറയുകയാണ്. ഏപ്രിൽ മന്താണ് എൻ്റെയും ജന്മദിനം കേട്ടോ. ഇവിടെ എന്തോ ഒരു പെയിൻ, ആ ഒരു പെയിൻ ഏപ്രിലിൽ അവസാനിക്കുന്നതായിട്ട്, ആ ഒരു പെയിൻ്റെ വേദന നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായത് മാർച്ച് മന്താണ്. അപ്പോൾ അതിൻ്റെ അവസാനം ഉണ്ടാകുന്നത് ഏപ്രിൽ മന്തിലായിരിക്കും. മാർച്ച് മന്തിൽ എന്തോ ഒരു കാര്യം റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിച്ചു, അതിൻ്റെ ആ ഒരു എൻഡ് ഉണ്ടാകുന്നത് ഏപ്രിൽ മന്താണ്. അതായത് നിങ്ങളുടെ പ്രശ്നം എന്തായിക്കൊള്ളട്ടെ അതിൻ്റെ സൊല്യൂഷൻ ഏപ്രിൽ മന്തായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഒരു മന്തിനുള്ളിൽ നിങ്ങളുടെ എന്തോ വലിയ ഒരു പ്രശ്നത്തിന് പരിഹാരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഞാൻ ഫസ്റ്റിലേ പറഞ്ഞില്ലേ, ഈ മാസം നിങ്ങൾക്ക് കുറച്ച് കഠിനമാണെങ്കിൽ അടുത്ത മാസം നിങ്ങളുടെ ആഗ്രഹം പൂർണ്ണമാകാൻ പോകുകയാണ് എന്ന്. അതേപോലെ സംഭവിക്കും. ഇവിടെ മാർച്ച് മന്തിൽ നിങ്ങൾക്ക് ഒത്തിരി സമയം വേസ്റ്റായി പോയിട്ടുണ്ട്. പക്ഷേ ഏപ്രിൽ മന്ത് നിങ്ങൾക്ക് സമയം വേസ്റ്റായി പോകത്തില്ല. നിങ്ങൾ അത്രമാത്രം ബിസിയാകും. സമയം പോകുന്നതനുസരിച്ച് അതിൽ നിങ്ങൾ നല്ല രീതിയിൽ ആ സമയത്തെ വിനിയോഗം ചെയ്യും. മോശം രീതിയിൽ വിനിയോഗം ചെയ്ത് നല്ല രീതിയിൽ വിനിയോഗം ചെയ്യുക ഉള്ള സമയത്തെ.
ഇവിടെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു പരിഹാരം, ഒരു ഡയറക്ഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു വ്യക്തി റിലേറ്റഡ് ആയിട്ട് അത് ലഭിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം ഏതോ ഒരു വ്യക്തിയുടെ കയ്യിലുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആ വ്യക്തിയെ നിങ്ങൾ നല്ല രീതിയിൽ അറിയുന്ന ആളാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ആ വ്യക്തി ഏജിൽ മൂത്ത ആളാണ് നിങ്ങളെയും കാട്ടി. ചിലപ്പോൾ നിങ്ങളുടെ അച്ഛൻ്റെ പ്രായമുള്ള വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ അത് ഒരു മെയിൽ പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഫീമെയിൽ പേഴ്സൺ ആയിരിക്കാം. ഇവിടെ 80% മെയിൽ പേഴ്സൺ ആയിരിക്കാം അത് എന്നാണ് കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത്. അവർ നിങ്ങൾക്ക് ശരിയായ ഒരു വഴി കാണിച്ചു തരും, ശരിയായ ഒരു ഡയറക്ഷൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ഇവിടെ വെള്ളത്താടി, വെള്ളമുടി, അങ്ങനെയുള്ള ഒരു വയസ്സായ ഒരാൾ നിങ്ങൾക്ക് എന്ത് കാര്യത്തിലാണോ പരിഹാരം വേണ്ടത് ആ ഒരു കാര്യത്തിലൊരു പരിഹാരം ആ ഒരു വ്യക്തിയിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇവിടെ പാഷനേറ്റീവായിട്ട് എന്ത് കാര്യത്തിന് വേണ്ടിയാണോ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു കാര്യം നടക്കാൻ പോകുകയാണ് ഏപ്രിൽ മന്ത്. ഇതോ വലിയൊരു സെലിബ്രേഷൻ ഉറപ്പായിട്ടും ഏപ്രിൽ മന്ത് ഉണ്ടാകും. ഇവിടെ പേഴ്സണൽ ലൈഫ് റിലേറ്റഡ് ആയിട്ടോ, അല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈഫ് റിലേറ്റഡ് ആയിട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എന്താണോ കാര്യം അത് റിലേറ്റഡ് ആയിട്ടോ ഒരു പരിഹാരം അല്ലെങ്കിൽ ഒരു ഉപദേശം നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ആ ഒരു ഉപദേശം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന്, അതായത് വയസ്സായിട്ടുള്ള മുതിർന്ന ആൾക്കാരിൽ നിന്ന് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ അങ്ങനൊരു പരിഹാരം അല്ലെങ്കിൽ അങ്ങനൊരു ഉപദേശം ലഭിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡ് ക്ലിയർ ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ ശരിയായ വഴിയിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, പക്ഷേ എന്നിട്ടും നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ട്, നിങ്ങൾ ശരിയായ വഴിയിൽ കൂടെയാണോ പോകുന്നത് എന്നുള്ള രീതിയിൽ. ഇവിടെ ഈ ഒരു സമയം കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾ വീണ്ടും ശാന്തമായിട്ടിരുന്ന് ചിന്തിക്കും, എൻ്റെ ആ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം എനിക്ക് ഇന്ന വ്യക്തിയിൽ നിന്ന് ലഭിച്ചല്ലോ എന്ന്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും. ഇവിടെ എന്തോ ഒരു ആക്ഷൻ നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നു. ആ ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടി നിങ്ങൾ ഭയങ്കരമായിട്ട് വാശി, എനിക്ക് ആക്ഷൻ എടുത്തേ പറ്റത്തുള്ളൂ എന്നുള്ള ഭാവത്തിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ സന്തോഷം ഇതിൽ ആണ് എന്ന് ഒരു തോട്ട്സ് നിങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്ത് കാര്യമായാലും അത് നടക്കാൻ പോവുകയാണ്. ചിലപ്പോൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ മാറ്റർ റിലേറ്റഡ് ആയിട്ടോ, അല്ലെങ്കിൽ പേഴ്സണൽ മാറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം. ഇവിടെ നമ്മുടെ ആ ഒരു പ്രൊഫഷണൽ ലൈഫും നമ്മളുടെ പേഴ്സണൽ ലൈഫും നല്ലതായിട്ട് പോകുമ്പോൾ, ബാലൻസിൽ പോകുമ്പോൾ ഒരു വ്യക്തിക്ക് പതുക്കെ ഈഗോ വരും. അത് ചിലപ്പോൾ അത് നമുക്ക് അറിയാൻ സാധിക്കില്ല, നമുക്ക് ഈഗോ വരുന്ന കാര്യം. അതായത് എല്ലാവരും പെർഫെക്റ്റ് ആവണമെന്നില്ല. ചിലപ്പോൾ നമ്മളായിരിക്കും ഈഗോ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഓപ്പോസിറ്റുള്ള വ്യക്തിയായിരിക്കും ഈഗോ കാണിക്കുന്നത്. അപ്പോൾ നമ്മളത് എന്താ ചെയ്യുക, അത് റീഡിങ്ങിൻ്റെ രീതിയിൽ മനസ്സിലാക്കാൻ സാധിച്ചാൽ ആ ഒരു ഈഗോ ഒന്ന് നമ്മളൊന്ന് കുറയ്ക്കുക. ചിലപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റുള്ള വ്യക്തി നമ്മൾ പറയുന്നത് കേൾക്കാതെ അവർ നമ്മൾ പറഞ്ഞത് തെറ്റാണെന്നുള്ള രീതിയിൽ ഈഗോയിൽ സംസാരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്കത് മനസ്സിലായല്ലോ അവർക്ക് നമ്മൾ പറഞ്ഞത് മനസ്സിലായിട്ടില്ല എന്ന്. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് ശാന്തരാവുക. അവരെ പോലെ നിങ്ങളും ദേഷ്യപ്പെടാൻ പോകരുത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു വർക്ക് പ്ലേസിൽ കുറച്ച് ഒരു അതായത് മറ്റൊരാളുടെ ജോലിയും കൂടെ നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ അത് നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. കാരണം ഇവിടെ നിങ്ങളുടെ ജോലി കൂടാതെ മറ്റൊരാളുടെ ജോലിയും കൂടെ നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് വരും ഏപ്രിൽ മന്ത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്. ഇവിടെ ഒരു വ്യക്തി ഭയങ്കരമായിട്ട് ടെൻഷനിലാണ് ഉള്ളത്. ആ വ്യക്തിക്ക് അപ്പോൾ അവരുടെ ദേഷ്യം തീർക്കാൻ വേണ്ടി ഒരാളെ വേണം. അപ്പോൾ നിങ്ങൾ ആ ഒരു ആളായി മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഒരാളുടെ ദേഷ്യം തീർക്കാൻ വേണ്ടിയുള്ള ഒരാൾ, അങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ ലൈഫിൽ ഏപ്രിൽ മന്ത് ക്രിയേറ്റ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റും ഉണ്ടാവത്തില്ല, പക്ഷെ അവരുടെ ദേഷ്യം അത്രയും തീർക്കുന്നത് നിങ്ങളുടെ മേലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലും നിങ്ങൾ ആവശ്യമില്ലാതെ അങ്ങോട്ട് സംസാരിക്കാൻ പോകണ്ട. നിങ്ങൾക്കറിയാലോ നിങ്ങൾ തെറ്റൊന്നും ചെയ്തില്ലെന്ന്. ഓപ്പോസിറ്റുള്ള വ്യക്തി പറയുന്നെങ്കിൽ അവർ അവരുടെ കർമ്മം ക്രിയേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഇങ്ങനെയുള്ള സ്ഥിതികൾ നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ആവുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ അവിടെ നിന്ന് മാറാൻ ശ്രമിക്കുക. ഇവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞ 2-3 കാര്യങ്ങളുണ്ട്, അത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ നിങ്ങളുടെ സ്വന്തം ആൾക്കാരോട് സംസാരിക്കുമ്പോഴും എന്തെങ്കിലും തെറ്റ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ അവിടെയും നിങ്ങൾ ശ്രദ്ധിക്കുക. ഓപ്പോസിറ്റ് ആൾക്ക് നിങ്ങൾ പറഞ്ഞത് മനസ്സിലായില്ല, അവർ നിങ്ങളോട് വഴക്കിടാൻ വരുന്നുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. ഓപ്പോസിറ്റുള്ളത് നിങ്ങളുടെ സ്വന്തം ആളാണെന്ന് നിങ്ങൾ വിചാരിച്ച് മിണ്ടാതിരിക്കുക. നിങ്ങളുടെ ഡ്രസ്സിങ് സെൻസ് ചേഞ്ച് ആകും ഏപ്രിൽ മന്ത്. നിങ്ങളുടെ ആ ഒരു ഡ്രസ്സിങ് സെൻസ് കണ്ടിട്ട് മറ്റുള്ളവരും അതേപോലെ കോപ്പി ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഏപ്രിൽ മന്ത്. ഇവിടെ ചെറിയ കാര്യങ്ങൾ പോലും ഇഗ്നോർ ചെയ്യുന്ന ആ ഒരു സ്വഭാവം നിങ്ങളിൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് ഒരു ബ്രോഡ് മൈൻഡഡ് ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു.
കാരണം ചെറിയ ചെറിയ കാര്യങ്ങൾ മനസ്സിൽ വച്ച് പിന്നെ അത് വലുതാക്കി അത് ഒരു വ്യക്തിക്ക് നല്ല ഇതല്ല കൊടുക്കുന്നത്. അപ്പം നമ്മൾക്ക് വേണ്ടാത്ത കാര്യങ്ങൾ അപ്പോൾ തന്നെ അങ്ങ് വിട്ട് കളയുക, റിലീസാക്കി കളയുക. അല്ലാതെ മനസ്സിൽ വച്ച് പിന്നെ അത് വാശിയായി ദേഷ്യമായി അതൊന്നും പാടില്ല. പിന്നെ ഏപ്രിൽ മന്ത് ചെറിയ കുട്ടികൾ എവിടെ തന്നെ ഉണ്ടെങ്കിലും ആ കുട്ടികൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ അവർ നിങ്ങളെ തന്നെ നോക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു കാര്യം കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഡൗട്ട് തോന്നും, ഇതെന്താ ഈ കുട്ടികൾ എൻ്റെ അടുത്ത് വരുന്നത്, അല്ലെങ്കിൽ എൻ്റെ മുഖത്ത് എന്താ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, എൻ്റെ മുഖത്ത് നോക്കി എന്താ ചിരിക്കുന്നത്, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നും. കാരണം കുട്ടികളുടെ ആകർഷണം നിങ്ങളിലേക്ക് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇത്രയും ശുഭതയുള്ള ഒരു സൈൻ ഇതല്ലാതെ വേറെ ഒന്നും ഇല്ല. കാരണം കുട്ടികൾ നമ്മൾ അടുത്ത് വരുന്നത്, കുട്ടികൾ നമ്മളെ നോക്കി ചിരിക്കുന്നത്, അതെല്ലാം നല്ല ഒരു സൈനാണ്. ഒരു കുട്ടി സ്വയം നമ്മുടെ അടുത്ത് വരികയാണ്, നമ്മൾ കൊടുക്കുന്ന ആഹാരം കഴിക്കുകയാണ് എങ്കിൽ അതിൽ പരം നല്ലൊരു കാര്യം വേറെ ഇല്ല. പിന്നെ ചെറിയ പട്ടിക്കുട്ടികളില്ലേ, പട്ടിക്കുട്ടികൾ നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ റോഡിലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങളുടെ പിറകെ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ചില വലിയ പട്ടികൾ, ആ പട്ടികൾ നിങ്ങളെ കടിക്കത്തില്ല, ഒരു സ്നേഹത്തോടെ നിങ്ങളുടെ പിറകെ വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ ഈ ഒരു ജീവികളുടെ ഭാഷ ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ആയിരിക്കാം. അതുകൊണ്ടാണ് നിങ്ങളുടെ പിറകെ അത് വരുന്നത്. നിങ്ങൾ കാക്കകൾക്ക് ആഹാരം, പക്ഷികൾക്ക് ആഹാരം, വെള്ളം അതെല്ലാം ചെയ്യുന്നവരായിരിക്കാം. കാരണം നിങ്ങൾക്ക് അതിനോട് പ്രത്യേക ഒരു അനുകമ്പയും സ്നേഹവുമുണ്ട്. അത് അതിനറിയാം. അതുകൊണ്ടാണ് അത് നിങ്ങളുടെ പിറകെ വരുന്നത്. നിങ്ങൾ ഒരു പട്ടിക്ക് സ്ഥിരമായിട്ട് 3 ദിവസം ആഹാരം കൊടുത്തു നോക്കൂ. 4ാമത്തെ ദിവസം ആ പട്ടി നിങ്ങളെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് വാലാട്ടും. കാരണം നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു ആഹാരം അതിനറിയാം, എന്നെ മനസ്സിലാക്കുന്നു, എൻ്റെ വിശപ്പ് മനസ്സിലാക്കുന്നു, അതുകൊണ്ട് എനിക്ക് ആഹാരം തരുന്നു. അപ്പോൾ അതിന് മനസ്സിലാവുന്നു, എന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലോ, എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ, എനിക്ക് ആഹാരം തരുന്നുണ്ടല്ലോ എന്ന്. അതിൻ്റെ ആ ഒരു സ്നേഹമാണ് അത് കാണിക്കുന്നത് നിങ്ങളോട്. പിന്നെ നിങ്ങളുടെ ആ ഒരു സ്മെല്ല് എന്താണെന്ന് അതിന് മനസ്സിലാകുന്നു. പിന്നെ അത് പിറകേ വരും നിങ്ങളുടെ. അപ്പോൾ കുട്ടികൾ ആദ്യം നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ശ്രമിക്കും. അതിനുശേഷം ഞാൻ പറഞ്ഞത് ഡോഗുകൾ, കുട്ടി ഡോഗുകളും വലിയ ഡോഗുകളും നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ പിറകെ വരും. അതായത് കടിക്കാനല്ല, സ്നേഹത്തോടെ പിറകെ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഈ 2 കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ആ ഒരു ബ്ലെസ്സിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഒരു കാര്യം ഉറപ്പായിട്ടും നടക്കുക തന്നെ ചെയ്യും. ചിലപ്പോൾ സ്വപ്നത്തിലായിരിക്കും നിങ്ങൾക്ക് കുട്ടികളെ കാണാൻ സാധിക്കുന്നത്, കുട്ടികൾ ചിരിക്കുന്നതായിട്ട്. നിങ്ങൾക്ക് സ്വപ്നത്തിൽ ചിലപ്പോൾ ശിവലിംഗം അല്ലെങ്കിൽ വെള്ളം കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ എന്ത് ടാർഗറ്റാണോ റെഡിയാക്കി വെച്ചിരുന്നത് അതിന് വേണ്ടിയുള്ള വഴികൾ ചിലപ്പോൾ അടഞ്ഞു പോയിട്ടുണ്ടാകും. പക്ഷേ ഏപ്രിൽ മന്ത് അതിന് വേണ്ടിയുള്ള വഴികൾ തുറക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഗീവ് അപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത് എന്തോ ഒരു കാര്യത്തിൽ. കാരണം നിങ്ങളെക്കൊണ്ട് സാധിക്കത്തില്ല എന്നുള്ള ആ ഒരു മൈൻഡിലാണ് നിങ്ങൾ. പക്ഷേ ഏപ്രിൽ മന്ത് വീണ്ടും നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുന്നതായിട്ട്, നിങ്ങൾക്ക് ഏത് ജോലിയിലാണോ പരാജയം ഉണ്ടായത് ആ ജോലിയിൽ ഏപ്രിലിൽ നിങ്ങൾക്ക് വിജയം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കാരണം പരാജയം സംഭവിച്ച ആ ഒരു കാര്യം ഏപ്രിൽ മന്ത് നിങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട്, അതിലൊരു വിജയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്തോ വലിയൊരു കാര്യം ഉണ്ട്, നിങ്ങൾക്ക് പരാജയം സംഭവിച്ച ആ ഒരു കാര്യം. അത് ഉറപ്പായിട്ടും വീണ്ടും നിങ്ങൾ തുടങ്ങുക തന്നെ ചെയ്യും. ചിലപ്പോൾ പുറത്ത് പോകാൻ വിസ നിങ്ങൾക്ക് റെഡിയായി വന്ന സമയത്ത് എന്തെങ്കിലും ഒരു തടസ്സമായി അത് ക്യാൻസലായി കാണും. ഇല്ലെങ്കിൽ എന്തെങ്കിലും ജോലിയുടെ കാര്യമായിരിക്കാം. എന്തായിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് പരാജയം ലഭിച്ച എന്ത് ആയിക്കൊള്ളട്ടെ, അതിൽ ഒരു വിജയം ഏപ്രിൽ മന്ത് നിങ്ങൾക്ക് ലഭിക്കും. എവിടുന്നോ ഒരു ഇൻവിറ്റേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഏപ്രിൽ മന്ത്. ചിലപ്പോൾ ഒരു സ്റ്റേജിൽ നിങ്ങളെ പ്രശംസിപ്പിക്കാൻ വേണ്ടി വിളിപ്പിക്കുന്നതായിരിക്കാം. ഇല്ല എങ്കിൽ എന്തെങ്കിലും ബഹുമാനത്തോടു കൂടി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം തരുന്നതായിരിക്കാം. ഇല്ല എങ്കിൽ മാരേജിന് വേണ്ടിയുള്ള ഇൻവിറ്റേഷൻ ആയിരിക്കാം. ആ ഒരു മാരേജിന് നിങ്ങൾ നല്ല രീതിയിൽ പോയിട്ട് വരുന്നതായിട്ട്, നിങ്ങൾക്ക് അവിടെ നല്ല ബഹുമാനവും വിനയവും നല്ല പ്രശംസയും ലഭിക്കുന്നതായിട്ട്. പിന്നെ അതിഥിയുടെ ആഗമനം ഏപ്രിൽ മന്ത് നിങ്ങളുടെ വീട്ടിലുണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. എവിടെയോ ഒരു ഇൻവൈറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ആ ഒരു ഇൻവൈറ്റ്മെൻറ്റിൽ നിങ്ങൾ പോകുമ്പോൾ അവിടെ ഒത്തിരി ആൾക്കാരെ നിങ്ങൾക്ക് പരിചയപ്പെടാൻ സാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഞാൻ ഇത്രയും കാലം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് എനിക്ക് ഉണ്ടായിട്ടില്ല. ഇത്രയും ആൾക്കാരുമായിട്ട് സംസാരിച്ച് നല്ല രീതിയിലൊരു എൻജോയ്മെൻ്റ് ആയിട്ടുള്ള ഒരു ദിവസം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഫീലാകും. അതായത് വളരെ കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് ആൾക്കാരോട് സംസാരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ആ ഒരു പരിപാടിയിൽ.
മുന്നേയൊക്കെ നിങ്ങൾ ഭയങ്കര ഐസൊലേഷനിലായിരുന്നു. അതായത് ആൾക്കാരോട് സംസാരിക്കാതെ, ആൾക്കാരുടെ മുന്നിൽ വരാതെ അങ്ങനെ ഒരു ക്യാരക്ടറായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ആൾക്കാരോട് നല്ല രീതിയിൽ സംസാരിക്കുന്നു, എല്ലാവരുടെയും മുന്നിൽ വരുന്നു, നല്ല രീതിയിൽ ഒരുങ്ങി, നല്ല വസ്ത്രം ധരിച്ച് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പല നല്ല അവസരങ്ങൾ ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഏപ്രിൽ മന്ത്. ഇവിടെ ആരെങ്കിലും നിങ്ങളുടെ വായിൽ നിന്ന് എന്തെങ്കിലും പറയിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ട് അവർക്ക് നല്ല മറുപടി നിങ്ങൾ കൊടുക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് ഒരു വ്യക്തി നമ്മളുടെ വായിൽ നിന്ന് ഓരോന്ന് വീഴ്ത്തിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കത്തില്ലേ? അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ തക്ക മറുപടി അവർക്ക് കൊടുക്കും. കാരണം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇനി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതിനു വേണ്ടിയാണ് നിങ്ങൾ ഈ രീതിയിൽ അവർക്കൊരു മറുപടി കൊടുക്കുന്നത്. ഇവിടെ ഞാൻ പറയുന്നത് നിങ്ങൾ എത്രത്തോളം ശാന്തമായിട്ടിരിക്കുമോ അത്രത്തോളം ആ ഒരു ഊർജ്ജയിൽ തന്നെ നിൽക്കാൻ ശ്രമിക്കുക. കാരണം ശാന്തമായിട്ട് ഇരിക്കുമ്പോഴാണ് നമുക്ക് ബാലൻസ് കൊണ്ടുവരാൻ സാധിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ ആ ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റിയെ പുറത്ത് കൊണ്ടുവന്ന് കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ട ഒരാവശ്യവുമില്ല. അതുകൊണ്ട് എത്രത്തോളം ശാന്തമായിട്ടിരിക്കാമോ അത്രത്തോളം ശാന്തമായിട്ടിരിക്കുക. ഏപ്രിൽ മന്ത് നിങ്ങൾക്ക് നല്ല ഓർമ്മശക്തി ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഏപ്രിൽ മന്ത് നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങളുടെ ബുദ്ധി ആരെങ്കിലും കെട്ടിവച്ചേക്കുകയാണോ, നിങ്ങൾക്ക് ഇടയ്ക്ക് സ്ഥലങ്ങളിൽ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ എല്ലാം മറന്നു പോകുന്നു, ഹാങ് ആകുന്ന അവസ്ഥ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇനി ഏപ്രിൽ മന്ത് നിങ്ങൾക്ക് അത് ഉണ്ടാവത്തില്ല. പെട്ടെന്ന് ഹാങ് ആകുന്ന അവസ്ഥ, എല്ലാം മറന്നു പോകുന്ന അവസ്ഥ അതങ്ങനെ ഉണ്ടാവത്തില്ല ഇനി. ഇവിടെ ആര് നിങ്ങളുടെ ആ ബുദ്ധിയെ കെട്ടിവച്ചാലും അതിൻ്റെ ആ ഒരു എക്സ്പയറി ഡേറ്റ് ആയിക്കഴിഞ്ഞു. അത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോവുകയാണ് ആ ഒരു ബ്ലാക്ക് മാജിക്. നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആളാണ് എങ്കിൽ നല്ല ഒരു പാർട്ട്ണറിനെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു, കൂടെ വർക്ക് ചെയ്യാനായിട്ട്. നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ സ്വഭാവത്തിൽ വളരെ സന്തുഷ്ടരായിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് റീഡിങ്ങിൽ വന്നിരിക്കുന്ന നല്ല കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.